സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയതാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. അതിനായി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷണം ഇഞ്ചി അരിഞ്ഞതും, ഒരു 3 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ചേർക്കുകയാണ്. ഇതിന് വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല, നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം കുറച്ചേ ഒഴിക്കാവൂ, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, പിന്നെ നമുക്ക് ഒരുപാട് സമയം വേണമല്ലോ ഇത് വറ്റിച്ചെടുക്കാൻ. അതുകൊണ്ട് കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക. പിന്നെ അല്ലെങ്കിൽ തിള വന്നതിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം വെള്ളം. അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒഴിക്കാം. അപ്പം ഞാനിത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിന് നമുക്ക് പൊട്ടറ്റോയുടെ ആവശ്യമുണ്ട്. 1/2 കിലോ ചിക്കന് 2 പൊട്ടറ്റോ വേണം. ഞാൻ അത് കുക്കറിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം. നമ്മൾ എല്ലെല്ലാം മാറ്റിയിട്ട് ഒന്നുകിൽ ഒരു ചോപ്പറിൻ്റെ അകത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം, അല്ലെങ്കിൽ കൈയിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ചിരിക്കും. കൈയിട്ട് ചെറുതായിട്ട് പിച്ചി കീറി എടുക്കാം. പേഴ്സണലി എനിക്ക് കൈയിട്ട് ചെറുതായിട്ട് പിച്ചി കീറി എടുക്കുന്നതാണ് ഇഷ്ടം. ഇന്ന് പക്ഷേ ഞാൻ ചോപ്പറിലിടാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കും. ചിക്കന് നന്നായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് പിച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കൈയിട്ടും ചെറുതായിട്ട് സമയമുണ്ടെങ്കിൽ പിച്ചി എടുത്താൽ മതി. ഇതുപോലെ എല്ലൊക്കെ സൂക്ഷിച്ച് നോക്കിക്കണം. പിന്നെ നമുക്കിപ്പം ആദ്യം വഴറ്റാൻ വേണ്ട സാധനങ്ങൾ ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമുണ്ട്. പിന്നെ 2 പച്ചമുളക്, അത് നമ്മുടെ എരിവിൻ്റെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. കറിവേപ്പില ഇച്ചിരി കൂടിപ്പോയാലും സാരമില്ല, അത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ രുചി കൂട്ടാൻ സഹായിക്കും. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് ഇത്രയും സാധനങ്ങളിട്ടൊന്ന് വഴറ്റാം. ഒരു പാത്രം ചൂടാക്കാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വഴറ്റാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിടാം. കറിവേപ്പില ഇട്ടു. പച്ചമുളക്, സവോള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 3 കൂടെ ചേർത്തൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. മല്ലിപ്പൊടി സാധാരണ കട്ട്ലേറ്റിൻ്റെ അകത്ത് ഇടത്തില്ല. ഇത് 3 കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി
നന്നായിട്ട് ഉടച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്, എങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടല്ലോ. ഇതൊന്ന് നന്നായിട്ട് ആറുമ്പം കൈ കൊണ്ടൊന്ന് കുഴച്ച് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഉരുളക്കിഴങ്ങൊക്കെ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഏത് ഷേപ്പ് വേണേലും നമുക്ക് ഇത് എടുക്കാം. റൗണ്ടിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണേലും എടുക്കാം. ഞാനിതിപ്പം റൗണ്ട് ഷേപ്പിലാണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് ഷേപ്പാക്കി ഈ ഷേപ്പിലാക്കി ഒന്നെടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം ഇതേ ഷേപ്പിലാക്കി എടുത്തുകൊണ്ട് വരാം. ഞാൻ നമ്മുടെ കട്ട്ലേറ്റ് ഈ ഷേപ്പിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ്. നമുക്ക് ആദ്യം ഇത് മുട്ടയുടെ വെള്ളയിലേക്ക് മുക്കിയിട്ട് ഈ റൊട്ടിപ്പൊടിയിൽ കൂടെ മുക്കി നമുക്ക് വെക്കാം. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്രെഡ് ക്രംസ് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ സാധാരണ ബ്രെഡ് പൊടിച്ചോ റസ്ക് പൊടിച്ചോ ഒക്കെ നമുക്ക് ഈ പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ എല്ലാം ഇതുപോലെ പുരട്ടി വെക്കാൻ പോവുകയാണ്. ഞാനിവിടെ എല്ലാ കട്ട്ലേറ്റും മുട്ടവെള്ളയിലും റൊട്ടിപ്പൊടിയിലും ഒക്കെ മുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വറക്കാം. ഞാനിവിടെ ഫ്രൈങ് പാന് സ്റ്റവ് വെച്ചിട്ടുണ്ട്. ഫ്രൈങ് പാൻ ചൂടായി. ഇനി നമുക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറക്കാം. കട്ട്ലേറ്റിൻ്റെ ഒരു വശം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. കട്ട്ലേറ്റ് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ കട്ട്ലേറ്റ് അങ്ങനെ റെഡിയായി. നമുക്ക് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ അത്രയും പോലും ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഈ ചിക്കൻ കട്ട്ലേറ്റ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.